ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടേതായിട്ടുള്ള ചെറിയ രീതിയിൽ വിഷുക്കണിയൊക്കെ ഒരുക്കി കേട്ടോ. രാവിലെ തന്നെ വെളുപ്പിന് 5 മണിക്ക് തന്നെ ഓരോരുത്തരെയായിട്ട് എഴുന്നേൽപ്പിച്ച് കണിയൊക്കെ കാണിച്ചു. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈനീട്ടമൊക്കെ കൊടുത്തു കേട്ടോ. ഇതാണ് നമ്മളുടെ ഈ വർഷത്തെ ചെറിയ വിഷുക്കണി കേട്ടോ. വാൽക്കണ്ണാടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ സാധാ കണ്ണാടി വെച്ചിരിക്കുന്നത്. കണി വെക്കാനുള്ള കൊന്നപ്പൂവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കിറ്റായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അല്ലാത്തതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ വെച്ചതാണേ. അതായത് ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വിഷുക്കണി കേട്ടോ. കണി കാണൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോയതുമല്ല, ചെറിയൊരു പണി കിട്ടി കേട്ടോ. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞേ. വേറൊന്നുമല്ല, ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞത്. ആ കൈയും കൂടെ കൂട്ടി അങ്ങ് ചെത്തി കേട്ടോ. അതൊന്നും വെക്കാതെ ഞാൻ വേണ്ട ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് പിള്ളേർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങ അതേ ഇതുപോലെ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് കാത്തുകുട്ടിക്ക് കഴിക്കാനും കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തോരനുണ്ടാക്കി, പച്ചടി ഉണ്ടാക്കി. കൈ മുറിഞ്ഞൊന്നും ഒരു വിഷയമൊക്കെ അത് ഞാൻ കറികളെല്ലാം ഉണ്ടാക്കി കേട്ടോ. മീൻ കറി വെച്ചു. അതേ മീൻ തന്നെ ഒരു 3-4 കഷ്ണം എടുത്തിട്ട് വറക്കുകയും കൂടെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള പരിപ്പ് കറി വെച്ചു. സേമിയ വെച്ചു. സേമിയ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല കുറുകിയിരിക്കണം കേട്ടോ. ഇതാണ് എല്ലാവർക്കും ഇഷ്ടമേ. പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒത്തിരി കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അവിയൽ, സാമ്പാർ അങ്ങനെയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്തേ. കാരണം പിള്ളേർക്ക് പരിപ്പും പപ്പടവും മതി. വലിയവർക്കാണെങ്കിൽ മീൻ കറി, മീൻ വറുത്തതുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കറികളൊന്നും വെച്ച് കഷ്ടപ്പെട്ടില്ല കേട്ടോ. ഉള്ളതുകൊണ്ട് അങ്ങ് ഓണം പോലെ അങ്ങ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിഷു വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ചോറും കറികളും ഒക്കെ വിളമ്പിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വിഷു ആഘോഷിച്ചതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്